ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ ഇവർ വിവാഹിതരായ എന്ന പരമ്പരയിലെ നമ്മുടെ അജയുടെയും നമ്മുടെ ഭൂമിജയുടെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചോളൂ. നമ്മുടെ ഇടുന്ന സീരിയൽ പ്രൊമോസിൻ്റെയൊക്കെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് എത്തും. അപ്പം നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷത്തിലോട്ട് പോകാം. ഇവർ വിവാഹിതരായാൽ അങ്ങനെ നമ്മുടെ ഭൂമി ഭയങ്കര സങ്കടത്തിലാണ്. അതായത് അച്യുതൻ്റെ ആരോഗ്യനില അനുസരിച്ചിട്ട് ഒരു സർജറി പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യണം? ബാങ്കിൽ പോയി നോക്കി, പക്ഷെ അവിടെയും ഒന്നും ചെയ്യാനായിട്ട് ഭൂമിക്ക് പറ്റുന്നില്ല. കാരണം ബാങ്ക് മാനേജർ ആണെങ്കിലും ഇപ്പോൾ ഒരു ഈട് പോലും ഇല്ലാണ്ട് വലിയൊരു തുക തന്നെയാണ് ഭൂമിക്ക് ഇപ്പോൾ ബാങ്ക് വായ്പയായിട്ട് കൊടുത്തേക്കുന്നത്. ഇത് ഏത് ബാങ്കിൽ ചെന്നിരുന്നാലും ഭൂമിക്ക് ഇനി ഒരു വായ്പയായിട്ടുള്ള ഒരു എമൗണ്ട് ഒന്നും ഇനി കിട്ടില്ല. 13 ലക്ഷം രൂപയുടെ ഒരു സർജറിയാണ്. അപ്പോൾ ഭൂമിജ ഒറ്റയ്ക്ക് ആരും കാണാണ്ട് ആ രാത്രി തൻ്റെ മുറിയിലിരുന്ന് വാവിട്ട് കരയാണ്, പ്രാർത്ഥിക്കുകയാണ്. എന്ത് ചെയ്യും? എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? എവിടെ ചെന്നാൽ ഞാൻ മുട്ടുക എന്നൊക്കെ ഓർത്തിട്ട് ഭൂമിക്ക് ചങ്ക് പൊട്ടുന്ന കണക്കുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഭൂമി അമർത്തി പിടിച്ച് കരയാണ്, വെളിയിൽ ഒച്ച കേൾക്കാണ്ടിരിക്കാൻ. അപ്പോഴേക്കും നമ്മുടെ അംബിക വന്നിട്ട് ചോദിക്കും, ഭൂമി മോളെ നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭൂമി പെട്ടെന്ന് തന്നെ അമ്മയുടെ വിളി കേട്ടിട്ട്, ഞാൻ ഉറങ്ങാനായിട്ട് പോവാം അമ്മ. നീ കരയാണോ? അപ്പോൾ ഇല്ലമ്മ, ഞാൻ ദേ കിടക്കാനായിട്ട് പോവാം. നീ കരയുന്ന പോലെ എനിക്ക് തോന്നി. ഒന്നുമില്ല, എന്നാൽ വേഗം കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ, നാളെ നമുക്ക് സൗഭാഗ്യപുരത്തുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനുള്ളതാണ്, നേരത്തെ എഴുന്നേക്കണം. ഞാൻ ഉറങ്ങാൻ പോവാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഭൂമി അനക്കയില്ലാണ്ട് കിടന്നു കേട്ടോ, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട്. പിന്നെ ആ ഇരുട്ടത്ത് കിടന്നുള്ള നിലവിളിയാണ് കേട്ടോ, ആരും കേൾക്കാണ്ട് അമർത്തി പിടിച്ച് കരയാണ്, ചങ്ക് പൊട്ടും കണക്ക്. കാരണം ഭൂമിക്ക് ഈ ലോകത്ത് തൻ്റെ അച്ഛനും തൻ്റെ അമ്മയും മാത്രം ഉള്ളത്, വേറെ ആരുമില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് താൻ ജീവിക്കുന്നത്. അവരാണ് ഭൂമിയുടെ സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ അച്ഛന് ഇങ്ങനെ ഒരു അസുഖം വന്നിട്ട് അത് ഒറ്റയ്ക്ക് സ്വന്തം അമ്മയോട് പോലും പറയാണ്ട് ഭൂമി സ്വയം അത് അറിഞ്ഞിട്ടും അത് മനസ്സിൽ മുറുക്കി പിടിച്ച് കൊണ്ട് നടക്കുകയാണ്, മറ്റൊരാളടുത്ത് പോലും പറയാണ്ട്. ആ ഒരു വിഷമമൊക്കെയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എഴുന്നേറ്റു. അങ്ങനെ നമ്മുടെ സൗഭാഗ്യപുരത്തേക്കുള്ള പൂജയുടെ പിന്നെ പായസവും ഉണ്ണിയപ്പവും നിവേദ്യത്തിന് വെക്കേണ്ട സാധനങ്ങളൊക്കെയാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ അംബിക നമ്മുടെ ഭൂമിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ എല്ലാം നോക്കിയും കണ്ടും ചെയ്തോ. ഈ തറവാട് വലിയ തറവാടാണ്, സൗഭാഗ്യപുരം തറവാട്. അവർക്ക് ഒരുപാട് കമ്പനികളും ഫാക്ടറികളും ഒക്കെ ഉള്ള ആൾക്കാരാണെന്നാണ് പറയണത്. അപ്പം ഭൂമി പറഞ്ഞു, എന്തായാലും നല്ല കുടുംബമാണ്, എനിക്ക് പ്രത്യേകിച്ച് അവിടുത്തെ ആ മുത്തശ്ശി അതൊരു പ്രത്യേക ക്യാരക്ടറാണ്, നല്ല സ്വഭാവമുള്ള ക്യാരക്ടർ. ആ മുത്തശ്ശിയുടെ ഒരു മോളെയും ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഭൂമി അമ്മയുടെ അടുത്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഭൂമി ചോദിക്കുകയാണ്, അമ്മേ നിങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയായിരുന്നു? ഭൂമിക്ക് എപ്പോഴും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഈ ഒരു കാര്യം ചോദിക്കില്ല കേട്ടോ. അതൊന്ന് അതൊന്ന് കേൾക്കണം. അച്ഛൻ എപ്പോഴാ ഇഷ്ടം വന്ന് പറഞ്ഞത് എപ്പോഴാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഒന്ന് പോടി പെണ്ണേന്ന് നമ്മുടെ അംബിക പറയും. കാരണം എപ്പോഴും അവൾക്ക് ഒരു ചോദ്യം ചെയ്യല്, എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ലവ് സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം നമ്മുടെ ഭൂമിയുടെ നിർബന്ധപ്രകാരം അംബികയ്ക്ക് നമ്മുടെ അച്യുതൻ്റെയും അംബികയുടെയും ആ ഒരു തുടക്കം, അതായത് ലവ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയായിരുന്നു എന്നുള്ള ഒരു ഇത് കഥ പറയുകയാണ്. അപ്പോൾ അംബിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ശീരാവതി എന്ന് പറയുന്ന ഒരു നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് കൂടുതലും തമ്മിൽ കാണാനും സംസാരിക്കാനൊക്കെ അവസരം വന്നത്. അപ്പോൾ ഒരു ദിവസം അംബിക ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ അച്യുതൻ വന്നു അവിടെ വന്നിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് അംബികയെ ഇഷ്ടമാണെന്നുള്ളതൊക്കെ ഇങ്ങനെ പറയാനേട്ടോ. പക്ഷെ അംബിക അന്നേരം മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഓരോ നാടകങ്ങളിലും മുൻനിരയിലിരുന്ന് കാണുന്ന അച്യുതനെ അംബിക എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. കാരണം നാടകത്തോട് അത്രയേറെ താല്പര്യവും സ്നേഹമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അംബികയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം ഏത് നാടകം നടന്നാലും എത്ര രാത്രിയാണെങ്കിലും
അച്യുതൻ വരികയും ചെയ്യും. ആ നാടകം കണ്ട് ആസ്വദിച്ച് കൈകൊട്ടി അതിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പം അംബികയുടെ കണ്ണിൽ എപ്പോഴും വരുന്ന ഒരു ആരാധകനായിട്ടുള്ള ഒരാളാണ് അച്യുതൻ. ആ സമയത്താണ് അച്യുതൻ ഈ ഒരു ഇഷ്ടം തുറന്നു പറയുന്നത്. അങ്ങനെ ആ സീരിയല് സീരിയലല്ല, ആ നാടകം അഭിനയിക്കുന്ന സമയത്ത് അംബിക ആ അഭിനയത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അച്യുതൻ്റെ അടുത്ത് തൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. തനിക്കും അച്യുതനെ ഇഷ്ടമാണ് എന്നുള്ളൊരു സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ. അത് കേട്ട് അച്യുതൻ ആ തുള്ളിച്ചാടിയതും അതൊക്കെ ഇങ്ങനെ അംബിക പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭൂമിക്ക് ഭയങ്കര ചിരിയും വരുന്നുണ്ട്, അത് കേൾക്കാനുള്ളൊരു ക്യൂരിയോസിറ്റിയും ഉണ്ട്. അവർ തമ്മിലുള്ള ആ പ്രണയം, അങ്ങനെ അവർ തമ്മിൽ പിന്നെ പ്രണയം തുറന്നു പറയുകയും പരസ്പരം ഇഷ്ടം അവർ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന നിമിഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അത് ആ കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമി എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അംബിക ചെന്നിട്ട് പറയും, അതെ മോളെ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഇന്ന് അച്ചൂട്ടൻ എഴുന്നേറ്റപ്പോഴേ അച്ചൂട്ടൻ ആ കിടന്നിരുന്ന സ്ഥലത്തൊക്കെ കുറെ ബ്ലഡ് ആയിട്ടുണ്ടായിരുന്നു, ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോഴേക്കും ഭൂമിയുടെ ഉള്ളൊന്ന് കത്തിയാണ്. അയ്യോ അച്ഛൻ എന്താ പറ്റിയ പെട്ടെന്നുള്ളത്. അപ്പോഴേക്കും അംബിക പറയുന്നുണ്ട്, എന്താ പറ്റിയ മോളെ, അച്ഛനെ ആശുപത്രിയിൽ എങ്ങനെ കൊണ്ടുപോകണം, എന്താ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഭൂമി മൈൻഡൊക്കെ നോർമലാക്കിയിട്ട് അംബികയുടെ അടുത്ത് പറയും, അത് വേറൊന്നുമില്ല അമ്മ, അച്ഛൻ്റെ മൂക്കിനകത്ത് ഒരു കുരു ഉണ്ടായിരുന്നു, അത് ചിലപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അത് പൊട്ടിയതെങ്ങാനും ആയിരിക്കും, എന്നാലും മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമെങ്കിൽ ഒന്ന് കാണിച്ചേക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കണം. അങ്ങനെ ഭൂമിക്ക് ഭയങ്കര ടെൻഷനാവുകയാണ്. പെട്ടെന്ന് തന്നെ മൈൻഡൊക്കെ അങ്ങ് മാറിപ്പോയി, അച്ഛൻ എന്ത് പറ്റി എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അപ്പോഴേക്കും ഭൂമി ആരും കാണാണ്ടിരുന്ന് ഇങ്ങനെ കരയാട്ടോ. അപ്പോഴേക്കും നമ്മുടെ അച്യുതൻ ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൽ നമ്മുടെ MLA മകന്റെ മരണം വീണ്ടും റീഓപ്പൺ ചെയ്ത് നമ്മുടെ അജയ് ഒന്ന് കേസ് ഫയല് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള ഒരു നിഗമനത്തിൽ എത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒടുവില് നമ്മുടെ അജയ് ആ കേസ് സ്വയം ആത്മഹത്യ ചെയ്തതാണ് MLA മകൻ എന്നുള്ളത് തെളിയിച്ചൊക്കെയാണ്. അത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അജയ് ആ കേസ് തെളിയിച്ചെടുത്തത് നമ്മുടെ ഭൂമിയുടെ സഹായത്തോടെയാണ്. കാരണം ആ ഒരു കൊലപാതകം നടന്ന ആ ഒരു മർഡർ നടന്ന സമയത്ത് ആ ആത്മഹത്യ ചെയ്ത ആള് ഐസ് കട്ട അടുക്കി വെച്ചിട്ടാണ് ആത്മഹത്യക്ക് തൂങ്ങി മരിക്കാനായിട്ട് ശ്രമിച്ചത് എന്നുള്ളത്. കാരണം വേറെ ഒരാളുടെയും ഫിംഗർ പ്രിന്റ് ആ റൂമിൽ ഒരു സ്ഥലത്തും ഇല്ലായിരുന്നു. അപ്പോൾ ഈ റൂമിനകത്ത് എങ്ങനെ ഇത്രയും വെള്ളം തളം കെട്ടി കിടന്നു എന്നുള്ളതൊക്കെ ഭൂമിക്ക് ഒരു ഐഡിയ, ഭൂമി ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള കേസുകളെ കുറിച്ചൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു ഇതുണ്ടായിരുന്നു ഭൂമിക്ക്. അപ്പൊ ആ ഒരു കേസ് ഇങ്ങനെ പറയുന്ന കേട്ടപ്പോൾ അന്ന് ഭൂമി അജയും SI ഇരുന്നപ്പോൾ ഈ ഒരു സംശയം ഇങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആദ്യം അജയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷെ പിന്നീട് അത് അജയ് ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ അതിൽ കാര്യമായ കാര്യമുണ്ട്. പിന്നെ അതിനെ തുടർന്ന് അജയ് നടത്തിയ ഒരു ഇതിലാണ് അജയ്ക്ക് ഈ കേസ് MLA മകൻ സ്വയം ആത്മഹത്യ ചെയ്ത് എന്നുള്ളത് വന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പത്രത്തിലൂടെ നമ്മുടെ അച്യുതൻ വായിക്കുകയും അടുക്കളയിൽ നിന്ന് വായിച്ചപ്പോൾ നമ്മുടെ ലക്ഷ്മിയും അംബികയും ഭൂമിയും ഒക്കെ അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഫാനിൽ കയറ് കെട്ടി തൂങ്ങിയാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കേസിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ ഇതേ സമയം നമ്മുടെ സൗഭാഗ്യപുരമാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ മുത്തശ്ശി അവിടെ നിന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ പൂജ നടക്കുന്ന സ്ഥലത്ത് വന്ന് എല്ലാ ഐശ്വര്യവും എൻ്റെ കുടുംബത്തിന് എൻ്റെ മക്കൾക്കും അത് തരണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അജയ് നല്ല അടിപൊളിയായിട്ട് മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വരെയാണ്. കാരണം കുടുംബ പൂജയാണല്ലോ, അപ്പൊ എല്ലാവരും വേണം. അപ്പൊ അഞ്ജന റെഡിയാവുന്നുണ്ട്, ഭവാനി റെഡിയായി വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ സംഗീത റെഡിയാവുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് നമ്മുടെ അജയ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ആഹാ മോനെ നീ ഇന്ന് ലീവാണോ? ലീവാണ് മുത്തശ്ശി, പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ സ്റ്റേഷനിൽ പോകേണ്ടി വരും എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു. ആയിക്കോട്ടെ മോനെ, നീ എന്തായാലും ഈ പൂജയിൽ പങ്കെടുക്കണം. കാരണം ഇത് എല്ലാ കൊല്ലവും നടത്തുന്ന കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നടത്തുന്ന ഒരു പൂജയാണ്. ആ പൂജയ്ക്ക് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട്, മനസ്സിലായില്ലേ? നമ്മുടെ കഷ്ടപ്പാടുകളും നമുക്ക് വന്നു ചേരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എന്നും നിലനിൽക്കണം. നമുക്ക് ആ കിട്ടുന്ന സൗഭാഗ്യം അമിതമായാലും അതുകൊണ്ട് തൃപ്തിപ്പെടാനും മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെയുള്ള മനസ്ഥിതിയൊക്കെ നമുക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അജയിനെ ഉപദേശിക്കാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഭവാനി കടന്നു വരുന്നുണ്ട്. അപ്പൊ ഭവാനി വരുമ്പോഴത്തേക്ക് ഭവാനിയൊക്കെ നിൽക്കുമ്പോൾ അഞ്ജന എന്റെ മോളെന്ന് ചോദിക്കുമ്പം അഞ്ജന റെഡി ആയിക്കൊണ്ടിരിക്കുക അമ്മയെന്ന് പറയും ഭവാനി.
അതെ, നിനക്ക് ഓർമ്മയില്ലേ നമ്മള് നമ്മുടെ അഭിരാമി ഇന്നിപ്പോ അഞ്ജനയെ പോലെ ഇവിടെ നിൽക്കേണ്ടതാണ്, എവിടെ പോയെന്ന് ആർക്കറിയാം. നമ്മുടെ സത്യയുടെ ഭാര്യയും നമ്മുടെ അഭിരാമിയൊക്കെ ഇന്ന് അഞ്ജനയോടൊപ്പം ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ. കാരണം മുത്തശ്ശിക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. മരിച്ചോ ജീവിച്ചോ ജീവനോടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല. തൻ്റെ മകന്റെ ഭാര്യയും 2.5 വയസ്സായ ഒരു കുഞ്ഞും, കൊല്ലം 22 കഴിഞ്ഞു, എന്തായി ഏതായി എന്നൊന്നും അറിയില്ല. മുത്തശ്ശിക്ക് അതിൻ്റെ വലിയൊരു വിഷമമുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ഭവാനിയുടെ മുഖത്തിനൊക്കെ ഭയങ്കര മാറ്റമാണ്. കാരണം നമ്മുടെ സത്യയുടെ മകളെയും ഭാര്യയും കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഭവാനിക്ക് അത്ര വലിയൊരു ഇതുള്ള കാര്യമല്ലല്ലോ. അത് മാത്രമല്ല, ഭവാനിക്ക് എന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ടെൻഷനാണ് ഈ സത്യയുടെ ഭാര്യയും മകളെയും കുറിച്ചുള്ളത്. കാരണം അതിനെതിരെ കളിച്ചിരിക്കുന്ന ഇരു കൈകളും ഭവാനിയുടെ കൈകളാണ്. അങ്ങനെ ഇത് കേട്ടപ്പോൾ അജയ് വന്ന് മുത്തശ്ശിയുടെ അടുത്ത് ചേർന്ന് നിന്നിട്ട് പറയും, മുത്തശ്ശി ഒരിക്കലും സങ്കടപ്പെടണ്ട, എന്തായാലും വല്യമ്മയുടെയും അതുപോലെ തന്നെ അഭിരാമിയെയും കുറിച്ചുള്ള വിവരങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ അങ്ങനെ, ജീവനോടെ ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കൈകൾ ഇത് ഞാൻ കണ്ടുപിടിച്ച് മുത്തശ്ശിയുടെ മുന്നിൽ എത്തിച്ചിരിക്കും എന്നുള്ള വാക്ക് നമ്മുടെ അജയ് കൊടുക്കുകയാണ് കേട്ടോ. ഈ വാക്ക് ചെന്ന് വീഴുന്നത് നമ്മുടെ ഭവാനിയുടെ നെഞ്ചിലാണ്. കാരണം ഭവാനിക്കൊരു ഉൾഭയമുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ പോയി ഒന്ന് കണ്ടുപിടിച്ചെടുക്കടാ നീ ആരെയെ വെല്ലുവിളിക്കുന്നത്. അപ്പോഴേക്കും ഭവാനിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇനി എങ്ങാനും ഈ അഭിരാമി എന്ന് പറയുന്നവള് ജീവനോടെ എങ്ങാനും ഇരിപ്പുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷൻ നമ്മുടെ ഭവാനിക്ക് വരെയില്ല കേട്ടോ. അപ്പം പൂജ തുടങ്ങാൻ ഏകദേശം സമയവും കാര്യങ്ങളൊക്കെ ആവുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ അച്യുതൻ പുറത്തു പോയി നമ്മുടെ CCTV കാറും കൊണ്ട് പുറത്തൊക്കെ പോയിട്ട് വരെയാണ്. അപ്പൊ നമ്മുടെ അംബിക മുറ്റത്ത് നിൽക്കുകയാണ്. ഭൂമി കുളിച്ച് റെഡിയായി നമ്മുടെ സൗഭാഗ്യപുരത്ത് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും പായസവും ഉണ്ണിയപ്പമൊക്കെ റെഡിയാക്കി എല്ലാം വെച്ച് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ അച്യുതൻ പുറത്തു പോയിട്ട് ഒരു കിറ്റൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം നമ്മുടെ അംബിക ചോദിക്കുന്നുണ്ട്, എന്തോ ഒരു സാധനം കയ്യിൽ ഒളിപ്പിച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ, എന്താ അച്ചുവേട്ടാ? അപ്പം അച്യുതൻ പറയും, ഒന്നുമില്ല. അതെ, ഭൂമി എന്തേ? അപ്പോഴേക്കും ഭൂമി വരെയാണ്. അപ്പൊ പറയും, അതെ, ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോന്ന് നോക്കെന്ന് ഭൂമിയോട് പറയും. അപ്പോഴേക്കും ഭൂമി പറയും, നോക്കട്ടെ. അങ്ങനെ ഒടുവില് അത് കാണിക്കുകയാണ്. ഭൂമി മീൻസ് ആ ഒരു കിറ്റ്, ഒരു ഡ്രസ്സ് എന്തോ മേടിച്ച കിറ്റാണ് ഭൂമിയുടെ കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, അതെ, ഇന്ന് എൻ്റെ മോള് വലിയൊരു വീട്ടിലാണ് പോണത്, ആ വീട്ടിൽ പോകുമ്പോൾ അതനുസരിച്ചിട്ടുള്ള സാരി ഉടുത്ത് പോകണ്ടേ, എൻ്റെ മോൾ ഈ സാരി ഉടുത്തിട്ട് വരാൻ പറയും, ഈ സാരി ഉടുത്തുകൊണ്ട് വേണം നമുക്കിന്ന് പോകാണ്ടെന്ന് പറയാം. പക്ഷെ അത് കേൾക്കുമ്പോഴത്തേക്ക് ഭൂമി പറയും, ഓ എൻ്റെ അച്ഛ, പൊന്നച്ഛ, കളക്ഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്, പക്ഷെ സാരിയൊക്കെ ഉടുത്ത് പോകണോ വെച്ചാൽ വേണം. നമ്മൾ അത് അവരുടെ സ്റ്റാൻഡേർഡിന് ഒത്ത് നിൽക്കണ്ടേ, എൻ്റെ മോക്ക് സ്റ്റാൻഡേർഡിന് ഒരു കുറവും വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അച്യുതൻ നമ്മുടെ ഭൂമിയെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ആ ഒരു ലെവലിൽ അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഭൂമിജയുടെ സ്വന്തം തറവാടായ സൗഭാഗ്യപുരത്തേക്ക് കടക്കുകയാണ്. ആർക്കും അറിയില്ല, ഭൂമിക്കും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ നമ്മുടെ അച്യുതനും ഭൂമിയാണ് പോണത്. അവിടെ എത്തിക്കഴിഞ്ഞ് അതായത് ഭവാനീനെ കാണുമ്പോൾ അച്യുതന് ചില സംശയങ്ങളൊക്കെ വരുന്നത്. അതായത് ഈ വീട്ടിലാണെങ്കിൽ നമ്മുടെ അഭിരാമിയും ഈ വീട്ടിലെ ഒരു കുടുംബാംഗമായിരിക്കുമല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നലും പേടിയൊക്കെ വരികയാണ്. അപ്പൊ എന്താ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇനി വരുന്ന എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേൾക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇവർ ആകുന്നു എന്ന പരമ്പരയുടെ ഇന്നത്തെ ഫുൾ എപ്പിസോഡിന്റെ വിശേഷമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കേട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നല്ലൊരു ശുഭദിനം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.